ഹായ് എല്ലാവർക്കും നമസ്കാരം. നല്ല അടിപൊളി രുചിയിൽ ഒരു കോക്കനട്ട് മത്തി ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നമ്മളെല്ലായ്പ്പോഴും ഒരേ സ്റ്റൈലിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യുന്നതിനിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 12 കുഞ്ഞൻ മത്തി അഥവാ കുഞ്ഞൻ ചാളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 9 എണ്ണം 10 എണ്ണം ഒക്കെ എടുക്കാം. ഒത്തിരി വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം ചെറിയ മത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 12 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് 2 സൈഡും ഇങ്ങനെ വരഞ്ഞ് വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ്, അതായത് മാരിനേറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് മുറിച്ചിടാം. ഇഞ്ചി ചെറിയൊരു കഷ്ണം മതിയേ, കാരണം ഇഞ്ചിയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുത്ത് വരാൻ ചാൻസ് ഉണ്ട് ഇഞ്ചിയുടെ. പിന്നെ 7 ചെറിയ അല്ലി വെളുത്തുള്ളി ഇടാം. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്, അതാണ് 7 എണ്ണം എടുത്തേക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ, അതായത് ചൈനീസ് ഗാർലിക്കൊക്കെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 7 എണ്ണം വേണ്ട, ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു വലുത് ഇത്രയുള്ളത് 1 എണ്ണം ചേർക്കണം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ അധികം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 എണ്ണം ചേർക്കേണ്ടത്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ നമുക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു 2 കറിവേപ്പില ചേർക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പീര. ഇത് ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട്, അതായത് ഏകദേശം ഒരു അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. ഇതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർക്കാം. പിരിമുളകിൻ്റെ പൊടിയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ, കാരണം അതിന് എരിവ് കുറവല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എരിവൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. എൻ്റെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കണത്. പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പെരിഞ്ജീരകം ഫുള്ളായിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം, പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഈ പച്ചമുളകും മുളക് പൊടിയും കുരുമുളകും ഒക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, കൂട്ടണ്ട, കാരണം ഞാനിത് സ്പൈസി ആയിട്ടാണ് ചെയ്യണത്. അപ്പം ഞാൻ പറയുന്ന അളവിലാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീനിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ ചേർക്കുകയാണ്. 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. കണ്ടോ, വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല. നമുക്കിത് നല്ല തരിതരിയായിട്ട്, എന്നാൽ എല്ലാം നന്നായിട്ട് മിക്സ് ആവുകയും വേണം. കണ്ടോ, ഇതുപോലെ അധികം അരഞ്ഞു പോവാണ്ട്, വെള്ളമൊന്നും ഒരുപാട് കൂടി പോവാണ്ട് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. കണ്ടോ, തരിതരിയായിട്ടാണ് കിടക്കുന്നത്. ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ഉപ്പ് കുറച്ച് കൂടി നിന്നാലാണ് മീനിലേക്കും കൂടി പിടിക്കുമ്പോൾ കറക്റ്റ് ആവുക. അപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. നമുക്കിനി ഇത് മീനിലേക്ക് തേച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പ് മുഴുവനായിട്ടും മീനിലേക്ക് ചേർക്കരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള അരപ്പ് മാത്രം മീനിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കണ്ടോ, ഇത്രയും അരപ്പ് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. ബാക്കി ഇത്രയും അരപ്പ് ഇതിൽ ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള അരപ്പ് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 മണിക്കൂറിൽ കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ചാൽ മതി. അപ്പോൾ 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഇടുന്ന സമയത്ത് നമ്മൾ മീനിൽ 2 സൈഡിലും ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടെങ്കിലും അരപ്പ് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം പാനിലേക്ക് ഇടാനായിട്ട്. എല്ലാം ഇട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിഞ്ഞു വരും, ഒരു സൈഡ് മൊരിഞ്ഞു വരും. അന്നേരം നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ വളരെ ചെറിയ മീനാണ്, അപ്പോൾ പെട്ടെന്ന് അത്ര സമയമൊന്നും വേണ്ട ഇത് മൊരിഞ്ഞു വരാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കി 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീനെടുത്ത് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ബാക്കിയുള്ള ഈ തരികളെല്ലാം ഓൾറെഡി മൊരിഞ്ഞ് ഇരിക്കുവാണ് കറക്റ്റായിട്ട്. അപ്പോൾ ഇനിയും ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തരിയും കൂടിയിട്ട് എടുത്ത് മീനിൻ്റെ ഒപ്പം തന്നെ മാറ്റാം കേട്ടോ. ഇപ്പോൾ നോക്കി ഇത്രയും എണ്ണയാണ് നമ്മുടെ പാനിൽ ബാക്കിയുള്ളത്. ഇതിപ്പോൾ എനിക്ക് ഇത്രയും എണ്ണ തന്നെ ധാരാളമാണ്, ഇത് മതി നമുക്ക്. അതെല്ലാം നിങ്ങൾക്ക് പാനിൽ ഒട്ടും വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റാം. വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറ്റി
ഇങ്ങനെ ഇതിനകത്തുള്ള ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റി അത്യാവശ്യം നല്ല തരിതരിയായി വരുന്നത് വരെ വഴറ്റുക. പിന്നെ ഈ അരപ്പ് പാനിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് വല്ലാണ്ട് കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ മീനിലേക്കും കൂടി ചേർത്തിട്ടല്ലേ ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഒത്തിരി ഉപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം പാനിലേക്ക് ചേർക്കാൻ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈ അരപ്പിന് മാത്രം ഭയങ്കര ഉപ്പായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ ഉപ്പ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കൂടി നിൽക്കണ പോലെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് ചേർത്തു. അതല്ല, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അരപ്പിന് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറും. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. നോക്കിയാൽ ഈ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ വല്ലാണ്ട് അങ്ങ് തരിയായിട്ടില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് വെള്ളമൊക്കെ പോയി പച്ചമണമൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അരപ്പ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനാണ്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും ആ പൊടികളും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മളെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് കുറച്ച് മത്തിയുടെ ഫ്ലഷും അതേപോലെ തന്നെ ഈ അരപ്പുണ്ടല്ലോ, ഈ തരിതിരിയായിട്ട് കിടക്കുന്ന അരപ്പും അതും കൂടി കുറച്ച് ഒന്നിച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ഫ്ലേവറും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും നമുക്കറിയാൻ പറ്റുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, താഴെ ലൈക്ക് ചെയ്യുക വീഡിയോ. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.